ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ +2 എക്കണോമിക്സ് എക്സാമിന് മൈക്രോയിൽ നിന്നുള്ള ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ ഈ 4th ചാപ്റ്റർ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തായാലും നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രത്യേകിച്ച് നമുക്ക് കണക്കുകളൊന്നും ചോദിക്കാറില്ല. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ ഡിമാൻഡിൻ്റെ കണക്ക്, ഓക്കെ, ഡിമാൻഡിൻ്റെ ഒരു ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൽ മുതലാണ് നമുക്ക് കണക്കുകളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് ചില തവണകളിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടേബിളിൻ്റെ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ അവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. പിന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നമുക്കിവിടെ മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത ഇവിടെ 10, 8, 6, 4 എന്ന് തന്നിരിക്കുകയാണെന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ TU ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്തം ഉപയുക്തത നമ്മൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു കോളം എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ട്രിക്ക് ഉണ്ട്. എവിടെ നമുക്ക് 10, 8, 6, 4 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഈ 10 ആദ്യത്തെ സംഖ്യ അതുപോലെ നമ്മൾ എവിടെയും എടുത്തെഴുതുക. ഓക്കെ, അതിൽ മാറ്റം വരുത്തരുത്. അതെന്താണോ അതുപോലെ ഇപ്പുറത്തോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10നോടൊപ്പം എന്താണ് ഈ 8 കൂട്ടുക. ഇത് രണ്ടും തമ്മിൽ കൂട്ടി എവിടെ എഴുതുക. അപ്പോൾ 10 + 8 എത്രയാണ്? 18 കിട്ടുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ഈ കിട്ടിയ ആൻസറിനോടൊപ്പം അടുത്ത നമ്പർ കൂട്ടുക. 18 + 6 24 കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഈ ആൻസറിനോടൊപ്പം അടുത്ത 4 കൂട്ടുക. 24 + 4 28 കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മളടുത്ത് നേരെ തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ, അതായത് ടോട്ടൽ യൂട്ടിലിറ്റി 10, 18, 24, 28 എന്ന് ഇവിടെ തന്നിരിക്കുകയാണ്. ഈ ഒരു കോളം ബ്ലാങ്ക് ആണ്, നമ്മളവിടെ ഫില്ല് ചെയ്യണം. എങ്ങനെ ചെയ്യാം നമുക്ക്? അങ്ങനെയെങ്കിൽ ഈ 10 തന്നെ ഇവിടെ 10 ഉണ്ടല്ലോ, ഈ ആദ്യത്തെ നമ്പർ അതുപോലെ ഇപ്പുറത്തോട്ട് എന്ത് ചെയ്യുക, എവിടെ നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഈ 10ഉം 18ഉം തമ്മിൽ എന്താണ്, 18ൽ നിന്ന് 10 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, 18 - 10 8 കിട്ടുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ ചെയ്യണം 24 മൈനസ് എന്ത് ചെയ്യണം, 18 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. അതുപോലെ 28 - 24 അപ്പോൾ എത്രയാണ് കിട്ടുക? 4 കിട്ടും. ഓക്കെ അല്ലേ. ക്ലിയർ ആയോ ഇത് എന്താണെന്നുള്ളത്? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉറപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു കോളം ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. മറ്റേ കോളം നമ്മൾ എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ MU 10, 8, 6, 4 തന്നിരുന്നപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ അതുപോലെ ഇപ്പുറത്തോട്ട് എഴുതി. പിന്നെ എന്താ നമ്മൾ ചെയ്തേ? 10നോടൊപ്പം 8 കൂട്ടി അല്ലേ, നമ്മൾ ആഡ് ചെയ്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 10നോടൊപ്പം 8 കൂട്ടി, എന്നിട്ട് എന്താ ചെയ്തേ, ആ ആൻസറിനോടൊപ്പം അടുത്ത നമ്പർ കൂട്ടി, അടുത്ത നമ്പർ കൂട്ടി, അങ്ങനെ വന്നു. ഇനി നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി ഇതാ തന്നിട്ടുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഒന്നും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിലും ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിന്ന് 18ൽ നിന്ന് 10 കുറച്ച് ഇപ്പുറത്തോട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ കുറച്ച് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ വളരെ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന് കറക്റ്റ് ഒരു ലോജിക് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഇക്വേഷൻസ് ഒന്നും പറയാണ്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് SAക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് അല്ലേ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് P1 8 എന്ന് തന്നിട്ടുണ്ട്. P1 എന്താ, ഒന്നാമത്തെ സാധനത്തിന്റെ വില അല്ലെ, പ്രൈസ് ഓഫ് ഗുഡ് 1 ആണ്. ഒന്നാമത്തെ സാധനത്തിന്റെ വില 8 രൂപയാണ്. ആൻഡ് അതുപോലെ P2 എന്ന് പറയുമ്പോൾ എന്താ, രണ്ടാമത്തെ സാധനത്തിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇനി ഈ M എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻകം ആണ്. നമ്മുടെ കയ്യിലുള്ള ആകെ വരുമാനത്തെയാണ് നമ്മൾ M എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരുമാനം 80 രൂപയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇതുപോലെ ഷോർട്ട് ആയിട്ട് തരില്ല. പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് എന്താണ് ₹8 അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും തരും. ഞാനിപ്പോൾ ഷോർട്ട് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാനാണ്, അഥവാ ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, സ്ലോപ്പ് അഥവാ ചരിവ് ചോദിച്ചിട്ടുണ്ട്, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമ്മളടുത്ത് A പാർട്ട് എന്താ ചോദിച്ചേ, ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ, ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. P1 x1 +
P2x2 ഈസ് ഈക്വൽ ടു എം. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ അഥവാ ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം എന്ന് പറയുന്നത്. ഇത് കാണാതെ തന്നെ എല്ലാവരും പഠിക്കുക കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് എവിടെ എഴുതി കൊടുക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആണേ. അപ്പോൾ P1 നമുക്ക് ഇതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. P1 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 രൂപയാണ്. സോ 8 x1 നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ 8 x1 തന്നെ എഴുതാ. പ്ലസ് ഉണ്ട്. P2 എത്രയാണ് തന്നിട്ടുള്ളത്? 10 രൂപ അല്ലേ. അപ്പോൾ 10 x2 ഇല്ല. 10 x2 ഈക്വൽ ടു m നമുക്ക് തന്നിട്ടുണ്ട് 80 രൂപയാണ്. സോ ഈസ് ഈക്വൽ ടു 80. അപ്പോൾ എവിടെ ഇത്രയും ഇത് ചെയ്താൽ ഇതിങ്ങനെ എഴുതി വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് കിട്ടും. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ. പക്ഷേ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. രണ്ടാമത് നമ്മളടുത്ത് ചോദിച്ചതാണ് എന്താ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഞാൻ ഇവിടെ ഷോർട്ട് ആയിട്ട് എഴുതിയതാണ്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. x2 ഈക്വൽ ടു m ബൈ P2. ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ പഠിക്കുക. എളുപ്പമുള്ള ഇക്വേഷൻ അല്ലേ. ഈ m എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. P2 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ സാധനത്തിന്റെ വിലയാണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട് അല്ലേ. m എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 80 ആണ്. P2 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തെങ്കിൽ എന്താണ്? 8 എന്ന ആൻസർ കിട്ടുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് x1 ഈക്വൽ ടു m ബൈ P1. ഇതും ഇക്വേഷൻ ആണ്. മാറിപ്പോകരുത്. ഇത് രണ്ടും എന്താണ്? ഇതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. m നമുക്ക് 80 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ P1 8 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 10 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് എന്താണ്? ഒറ്റ സെക്കൻഡിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബി പാർട്ട് നമ്മൾ ചെയ്തു. അടുത്ത സി നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിനും ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -P1 ബൈ P2. ഇതാണ് എന്ത്? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അഥവാ ബഡ്ജറ്റ് രേഖയുടെ എന്താണ്? ചരിവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, സമവാക്യമാണ് -P1 ബൈ P2. അപ്പോൾ എന്താ? P1 നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. 8 രൂപയാണെന്ന് -8 ബൈ 10 നമുക്ക് കൊടുക്കാം. P2 തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ -0.8 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇക്വേഷൻസ് ഇവിടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ പഠിക്കണം. ഈ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെയും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ പഠിക്കണം. സ്ലോപ്പിന്റെ ഇക്വേഷനും പഠിക്കുക. ഓക്കെ, അല്ലാതെ നമുക്ക് ആ വാല്യൂസ് എല്ലാം ഉറപ്പായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ എന്താണ് തന്നിട്ടുണ്ടാവും. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. സിമ്പിൾ ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഡി പാർട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് ലൈൻ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം x ആക്സിസ് വരയ്ക്കുക, y ആക്സിസ് വരയ്ക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ എവിടെ നോക്കുക. നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 8 കിട്ടിയ ആൻസർ, അതുപോലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഈ 8ഉം 10ഉം വെച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ നമുക്ക് ആദ്യം അതെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു y ആക്സിസിലാണ് നമ്മൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അത് നമ്മൾ മാറിപ്പോവരുത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ വെക്കുക? y ആക്സിസിലാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്കതറിയാം 8 രൂപ 8 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. സോ നമുക്ക് 1 മുതൽ 8 വരെ അവിടെ നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 10 ആണ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 1 മുതൽ 10 വരെ ഞാനിവിടെ x ആക്സിസിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? x ആക്സിസിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും y ആക്സിസിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 8 ആണ് കിട്ടിയത്, അത് നമ്മൾ 8 എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തി. ഇനി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10 ആണ്, അത് നമ്മൾ x ആക്സിസിൽ അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ 8ഉം 10ഉം ഈ രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഇതാണ് നമ്മുടെ എന്ത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷനിൽ 8x1 + 10x2 = 80 ആ ഒരു ഇക്വേഷൻ കൂടി അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് സെറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചധികം കൺഫ്യൂഷൻസ് വരുന്ന സംഭവമാണ് അടുത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എവിടെ നോക്കൂ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ്? ഇഫ് ഇൻകം ഡിക്രീസസ് ടു 40. നമുക്കറിയാം ഇൻകം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 80 ആണ്. ഈ 80 എന്ന് പറയുന്ന വരുമാനം എന്താണ്? 40 ആയിട്ട് കുറയുകയാണെന്ന് വെക്കുക. 80 എത്രയാണ്? 40 ആയി കുറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യാണ്, P1 കൂടുകയോ കുറയുകയോ ചെയ്യാണ്, P2 കൂടുകയോ കുറയുകയോ ചെയ്യാണ്. ഇങ്ങനെ എന്ത് ചേഞ്ചസ് ആയിട്ട് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്കിപ്പം അവർ പറഞ്ഞിട്ടുള്ള വാല്യൂ വെച്ചിട്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. അതായത് ഈ പാർട്ടാണല്ലോ, നോക്കിക്കോളൂ.
ഈ ഇൻകം ആണ് നമുക്ക് എന്താണ് 80-ൽ നിന്ന് 40 വരുമാനം എന്ത് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ വരുമാനമാണ് എം ഡാഷ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എം ഡാഷ് ഈക്വൽ ടു 40 എന്ന് നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, P1-ലും P2-ലും എന്തില്ല, മാറ്റമൊന്നുമില്ല. P1 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 8 P2 10 രൂപ തന്നെയാണ്. ഓക്കെ, അതതുപോലെ നമ്മൾ എഴുതി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കുക. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് x2 ഈക്വൽ ടു എം ഡാഷ് ബൈ P2 കൊടുത്തു. എം ബൈ P2 ആണ് ഇക്വേഷൻ. എം ഡാഷ് ആയിട്ട് നമ്മൾ പുതിയ വരുമാനം നമ്മൾ രേഖപ്പെടുത്തിയോണ്ടാണ് എം ഡാഷ് എന്ന് എവിടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, എം ഡാഷ് ബൈ P2. അപ്പം നമ്മൾ എവിടെ എന്ത് ചെയ്യണം, ഈ വരുമാനമാണ് നമ്മൾ കൊടുക്കണം. 40/10 4 കിട്ടുന്നുണ്ട്. x1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എം ഡാഷ് ബൈ P1 40/8 അല്ലേ, ഡൗട്ടില്ലല്ലോ. ഈ 40 ഈ വരുമാനമാണ്. P1 ഒക്കെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നേരത്തെ തന്നിട്ടുള്ളത് തന്നെയാണ്. 5 കിട്ടുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇത്രയും കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രം പോരാ. നമ്മളടുത്ത് ചോദിച്ച എന്താണ്, വരുമാനം 80-ൽ നിന്ന് 40 കുറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വരച്ചുകൂടി കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്നൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ നേരത്തെ വരച്ചില്ലേ ബഡ്ജറ്റ് ലൈൻ, അതിലോട്ട് പോവുക. അതിൽ നമ്മളിത് പുതിയ ബഡ്ജറ്റ് ലൈൻ നമ്മൾ അവിടെ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കുക, നമുക്ക് ഇവിടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 4 എന്ന് തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ് 5 എന്നും തന്നിട്ടുണ്ട്. ആണല്ലോ അല്ലേ, നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ 4ഉം 5ഉം കൂടി ഇവിടെ മാർക്ക് ചെയ്താൽ മതി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 4, എവിടത്തെ 4 എടുക്കേണ്ടത്, കാരണം എന്താ, ഇത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് നമ്മൾ 4 കിട്ടിയിട്ടുള്ളത്. ഈ 4 ഈ പോയിന്റും അതുപോലെ തന്നെ എന്താണ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടി, 5 കിട്ടി അല്ലേ. അപ്പോൾ ഈ താഴത്തെ 5 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് x ആക്സിസ് ആണ്. ഈ 4ഉം 5ഉം കൂടി യോജിപ്പിച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ ബജറ്റ് രേഖ കിട്ടും. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ നമുക്ക് കിട്ടുക. 4ഉം 5ഉം കൂടി യോജിപ്പിച്ചു. അവിടെ നമ്മൾ പുതിയ ഇക്വേഷൻ ആയിട്ട് എഴുതി 8x1 + 10x2, അത് സെയിം തന്നെയാണ്. പിന്നെ 40 ഇൻകം ആണ് 80-ൽ നിന്ന് 40 കുറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ആരോ മാർക്ക് കൊടുക്കുക. അത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഈ ആരോ മാർക്ക് കൂടി നമ്മൾ ഡെനോട്ട് ചെയ്യണം. താഴോട്ടാണ് നമുക്ക് മാറിയിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഇതിന് താഴെയുണ്ട്. എന്താണ്, നോക്കൂ, വാട്ട് ഹാപ്പൻസ് ടു ബഡ്ജറ്റ് ലൈൻ. ഞാൻ ഇവിടെ ഫിൽ ചെയ്തിട്ടില്ല. ഇഫ് പ്രൈസ് ഓഫ് ഗുഡ് 1 ഡിക്രീസസ് ടു 4. നോക്കൂ, ഒന്നാമത്തെ സാധനത്തിന്റെ വില നമുക്ക് 8 രൂപയായിരുന്നു നേരത്തെ, കണ്ടോ. 8 എന്നുള്ളത് 4 കുറഞ്ഞു. അന്നേരം ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എവിടെ മെത്തേഡ് എന്താണ്, സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും പുതിയത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം, P1 എന്ന് പറയുന്നതാണ് 4, 8-ൽ നിന്ന് 4 കുറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് P1 ഡാഷ് ആയിട്ട് അതിന് മാർക്ക് ചെയ്യാം, 4 രൂപയായിട്ട് പറയാം. ഇനി ഇൻകത്തിന് എവിടെ ശ്രദ്ധിക്കുക, മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. അത് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്രയാണ്, 80 അല്ലേ. ആ 80 തന്നെ കൊടുക്കണം, മനസ്സിലായോ. അതായത് എവിടെ നോക്കൂ, 80 ആദ്യം എന്താണ് വരുമാനം തന്നിട്ടുള്ളത്. എവിടെ 40 എന്ന് പറഞ്ഞാൽ ആ 40 എഴുതി വെക്കരുത്. ഈ 80 ആദ്യം നമുക്ക് തന്നിട്ടുള്ള വരുമാനം തന്നെ അവിടെ കൊടുക്കണം, മനസ്സിലായോ. അല്ല, കാരണം വരുമാനത്തിന് അവിടെ മാറ്റമില്ല. ഒന്നാമത്തെ സാധനത്തിന് വില കൂടിയാലും കുറഞ്ഞാലും വരുമാനത്തിന് എന്തില്ല, മാറ്റം വരത്തില്ല. അതാണ് ലോജിക്ക്. ഓക്കെ, അപ്പോൾ P1 ഡാഷ് 4 ആണ്, വരുമാനം അത് തന്നെയാണ് 80 തന്നെ. P2-നും വേറെ മാറ്റമൊന്നുമില്ല, 10 തന്നെയാണ്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് തന്നെയാണ്. ഇനി ഇത് വെച്ചിട്ട് നോക്കി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് x1 m by P1 ഡാഷ് കൊടുത്തു. ഈ ഡാഷ് എങ്ങനെ വന്നു ഡൗട്ട് ഇല്ലല്ലോ അല്ലേ. നമ്മൾ പുതിയ എന്താ പറയുക, ഇതിന്റെ വില കുറഞ്ഞില്ലേ, P1-ന്റെ വില കുറഞ്ഞില്ലേ, അതുകൊണ്ട് അത് പുതുതായിട്ട് വന്നതുകൊണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാഷ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ P1 ഡാഷ് എന്നുള്ളത് 80/4 കണ്ടോ, 80/4 20. അതുപോലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് m by P2 എന്നുള്ളത് അത് സെയിം തന്നെയാണ്, 80/10 8. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇത് നമ്മൾ ഈ ബഡ്ജറ്റ് ലൈൻ, പുതിയൊരു ബഡ്ജറ്റ് നമ്മൾ വരച്ചുകൂടി കാണിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ എവിടെ വരയ്ക്കും, പുതിയൊരു ഗ്രാഫിൽ വേണം വരയ്ക്കാൻ. കാരണം എന്താണെന്നറിയോ, എവിടെ ഇപ്പം P1-ന്റെ വിലയ്ക്കാണ് മാറ്റം വന്നിട്ടുള്ളത്. പ്രൈസ് ഓഫ് ഗുഡ് 1 അല്ലേ, ഒന്നാമത്തെ സ്ഥാനത്തിൻ്റെ വിലയ്ക്കാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ ഗ്രാഫ് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഡൗട്ട് കാണും, വേറെ ഒന്നുമില്ല. നമ്മൾ എക്സ് ആക്സിസും y ആക്സിസും ഒക്കെ എന്താണ്, അതുപോലെ നേരത്തെ പോലെ വരച്ചിട്ട് ഈ 8ഉം 10ഉം കണ്ടോ, ഇതെന്താണെന്നറിയോ, നമ്മൾ ആദ്യം വരച്ചില്ലേ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, നമ്മൾ അതായത് P1 എന്താണ് 8 രൂപയും P2 10 രൂപയും വരുമാനം 80 രൂപയുമായിട്ട് അത് വെച്ചിട്ട് ആദ്യം വരച്ച ബഡ്ജറ്റ് ലൈനാണ് ഇത്. അത് നമ്മൾ ആദ്യം എവിടെയും വരയ്ക്കണം, 8ഉം 10ഉം വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ആണ് എന്താണ് 8ഉം അതുപോലെ തന്നെ 20 എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ 8, ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണ് 20 നമുക്കിപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ചെയ്തു, യോജിപ്പിച്ചെടുത്തു.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഒരു ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലെവലിലാണ് ഷിഫ്റ്റ് വന്നത്, ആരോ മാർക്ക് നമ്മൾ കൊടുക്കണം. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം, 4x1 + 10x2 = 80. ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിയോ? അതായത് നമുക്കറിയാം ഒന്നാമത്തെ സ്ഥാനത്തിന് വില നേരത്തെ 8 ആയിരുന്നു, അത് 4 രൂപയായി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അതാണ് 4 വന്നത് അവിടെ. ബാക്കി എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ വരച്ച് പഠിച്ചു നോക്കുക, എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇപ്പം നമ്മൾ വരുമാനത്തിൽ മാറ്റം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ P1 മാറ്റം വന്നപ്പോൾ നമ്മൾ പുതിയൊരു ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ ചെയ്തത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇനി P2 മാറ്റം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഡൗട്ട് ആവരുതേ. അതായത് എന്താണ്, വരുമാനത്തിന് നമ്മൾ പ്രത്യേകം ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. P1 മാറ്റം വന്നപ്പോൾ നമ്മൾ വേറൊരു ഗ്രാഫ് ഇവിടെ വരച്ചു. അതുപോലെ ഇനി P2 മാറ്റം വരുന്നതെങ്കിൽ, അങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേറൊരു സെപ്പറേറ്റ് ഗ്രാഫ് ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം വരച്ച ബഡ്ജറ്റ് ലൈൻ അവിടെ നമ്മൾ വീണ്ടും കൊടുക്കണം. എന്നിട്ടാണ് അവിടെ എന്താണ് മാറ്റം വന്നത് അത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതെങ്ങനെ വേണോ നമുക്ക് ചോദ്യം ചോദിക്കാം. പക്ഷേ ഇതിൽ മാറ്റമില്ലാത്തതാണ് നമ്മുടെ ആ സ്ലോപ്പും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനും. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ഫസ്റ്റ് ആ പാർട്ടുകളില്ലേ, A മുതൽ D വരെയുള്ള പാർട്ടുകളില്ലേ ചോദ്യത്തിൽ, അതത്രയും നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ഇതിൽ നിന്ന് ചോദിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് 8 മാർക്കിൻ്റെ ആണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട്